Good morning, students. നമുക്ക് ഇന്റഗ്രേഷനിലെ മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ π/2 to π x sin xy dx dy. ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്? f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ x sin xy എന്നാണ്. x sin xy നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിന്റെ വാല്യൂ കണ്ടെത്തണം. ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ടാണ് ഡബിൾ ഇന്റഗ്രൽ കടന്നു വന്നിരിക്കുന്നത്. രണ്ട് വേരിയബിൾ ഏതൊക്കെയാണ്? എക്സും വൈയും. അതുകൊണ്ട് രണ്ട് ഇന്റഗ്രൽ വന്നിരിക്കുന്നു. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നോക്കാം. നമ്മൾ ഇത് എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ലിമിറ്റ്സ് ആർ കോൺസ്റ്റന്റ്സ്. ലിമിറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഡി എക്സ് ഡി വൈ എന്നുള്ളതിന് ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് ആണെങ്കിൽ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നതും ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നതും ഒരു കുഴപ്പമില്ല. ഡി എക്സ് ഡി വൈന് ഡി വൈ ഡി എക്സ് ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തെ ഒന്ന് കൺവേർട്ട് ചെയ്യുന്നു. ഡബിൾ ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് എഴുതുന്നു. ഇനി നമ്മുടെ പ്രോബ്ലത്തില് ഇവിടെ എക്സിന്റെ ലിമിറ്റ് ഏതാണ്? എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് π/2 to π ആണ്. വൈയുടെ ലിമിറ്റ് ഏതാണ്? 1 to 2 ആണ്. നമ്മള് ഡി എക്സ് ഡി വൈ എന്നുള്ളത് ഡി വൈ ഡി എക്സ് ആക്കിയാലും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലും ലിമിറ്റ് ഒരിക്കലും മാറ്റാൻ പാടില്ല. എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് π/2 to π ആണ്. വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ y ഇപ്പോ നേരത്തെ y ഫംഗ്ഷനിൽ നിന്ന് അകന്നാണ് കിടന്നിരുന്നത്. ഇപ്പൊ ഫംഗ്ഷനോട് കൂടി ചേർത്ത് വെച്ചു y. അപ്പൊ വൈയുടെ ലിമിറ്റ് എന്താണ് നോക്കുക? 1 to 2. അപ്പൊ ആ ലിമിറ്റ് തന്നെ ഇവിടെ കൊടുക്കണം. വൈയുടെ ലിമിറ്റ് വൈക്കുള്ളതാണ്. വൈയുടെ ലിമിറ്റ് വൈക്കുള്ളതാണ്. എക്സിന്റെ ലിമിറ്റ് എക്സിനുള്ളതാണ്. എക്സിന്റെ ലിമിറ്റ് ഏതാണ്? π/2 to π. π/2 to π. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് ആവുമ്പോ ഡി എക്സ് ഡി വൈ എന്നുള്ളതിന് ഡി വൈ ഡി എക്സ് എന്ന് ചെയ്യാം. പക്ഷെ ലിമിറ്റ് മാറ്റരുത്. എക്സിന്റെ ലിമിറ്റ് എപ്പോഴും എക്സിന് കൊടുത്തോളണം. വൈയുടെ ലിമിറ്റ് എപ്പോഴും വൈക്ക് കൊടുത്തോളണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നപ്പോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തേ? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ എക്സ് സൈൻ എക്സ് വൈ ആണ്. അതില് എക്സിന്റെ ലിമിറ്റ് എന്താണ്? π/2 to π. ലോവർ ലിമിറ്റ് π/2 ആണ്, അപ്പർ ലിമിറ്റ് π ആണ്. വൈയുടെ ലിമിറ്റ് ഏതാണ്? ലോവർ ലിമിറ്റ് 1 ആണ്, അപ്പർ ലിമിറ്റ് 2 ആണ്. ആ ലിമിറ്റ് വൈക്കുള്ള ലിമിറ്റ് എപ്പോഴും വൈക്ക് കൊടുക്കണം. എക്സിന്റെ ലിമിറ്റ് എക്സിന് കൊടുക്കണം. നമ്മള് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡി എക്സ് ഡി വൈനെ എങ്ങനെയാക്കി? ഡി വൈ ഡി എക്സ് എന്നാക്കി. കണ്ട, ഡി വൈ ഡി എക്സ് എന്നാക്കിയപ്പോ വൈയുടെ ലിമിറ്റ് എന്ത് കൊടുക്കണം? ഫംഗ്ഷനോട് ചേർന്ന് എടുക്കുന്ന ആളാരാണ്? വൈ ആണ്. വൈയുടെ ലിമിറ്റ് 1 to 2. എക്സിന്റെ ലിമിറ്റ് എന്താണ്? π/2 to π. ലിമിറ്റ് ഒരു കാരണവശാലും എക്സിന്റെ ലിമിറ്റ് എടുത്ത് വൈക്കോ വൈയുടെ ലിമിറ്റ് എടുത്ത് എക്സിനോ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. π/2 to π. ആദ്യം നമ്മള് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സ് ഇൻറ്റു സൈൻ എക്സ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സൈൻ എക്സ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? മൈനസ് കോസ് എക്സ് വൈ. മൈനസ് കോസ് എക്സ് വൈ തീർന്നോ? ഇല്ല. മൈനസ് കോസ് എക്സ് വൈ. ഇവിടെ നമ്മള് വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? വൈയുടെ കോഎഫിഷ്യന്റ് എക്സ് ആണ്. ആ എക്സ് താഴെ എഴുതണം. ഇവിടെ നമ്മള് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്നുള്ള ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സിന്റെ ഫോർമുല എന്താണ്? മൈനസ് കോസ് എക്സ്. മൈനസ് കോസ് എക്സ് വൈ എന്ന് എഴുതി. കൂടാതെ ആ വൈയുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതുന്നു. വൈയുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതി. ലിമിറ്റ് ഏതാണ്? ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2. ഇവിടെ നമുക്ക് ഈ എക്സും എക്സും കട്ട് ചെയ്ത് കളയാം. കണ്ടോ, നമ്മൾ എക്സും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ π/2 to π മൈനസ് കോസ് എക്സ് വൈ 1 to 2 dx എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്? ലിമിറ്റ് കൊടുക്കേണ്ടത് വൈക്കാണ്. വൈക്ക് ലിമിറ്റ് എന്ന് കൊടുത്തേ. ഇന്റഗ്രൽ മൈനസ് പുറത്തേക്ക് ഇട്ടു. π/2 to π. വൈക്ക് ലിമിറ്റ് കൊടുക്കുമ്പോ കോസ് 2x ഉണ്ടോ? വൈക്ക് 2 കൊടുക്കുമ്പോ, അതുപോലെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ കോസ് എക്സ്.
അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്തിലോട്ട് കൺവെർട്ടായി? എക്സിലോട്ട് മാത്രം കൺവെർട്ടായി, എക്സിലോട്ട് മാത്രം കൺവെർട്ടായി. ഇനി നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. cos 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? cos 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2x by 2 മൈനസ് cos x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? cos x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin x. ലിമിറ്റ് ഏതാണ്? π/2 ടു π. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലോവർ ലിമിറ്റ് π/2 ആണ്, അപ്പർ ലിമിറ്റ് π ആണ്. അപ്പർ ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്തേ. sin 2 into π/2 by 2 മൈനസ് sin π. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ sin 2 into π ആണ് അല്ലേ? sin 2 into π. അപ്പർ ലിമിറ്റ് π ആണ്. അപ്പൊ നമ്മൾ sin 2 into π എന്ന് കൊടുത്തു, by 2 മൈനസ് sin π. അപ്പർ ലിമിറ്റ് π കൊടുത്തു. ലോവർ ലിമിറ്റ് കൊടുക്കാം. sin 2 into π/2 by 2 മൈനസ് sin π/2. ഇനി അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേർക്കാം അല്ലേ? ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇവിടെ sin 2π, sin 2πയുടെ ആൻസർ എത്രയാണ്? 0 ആണ്. sin πയുടെ ആൻസർ എത്രയാണ്? അതിന്റെ ആൻസറും 0 ആണ്. മൈനസ് ഇവിടെ നോക്കാം sin 2 into π/2. ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോഴും sin π വരും. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടണേ? 0 എന്ന് കിട്ടും. ഇവിടെ sin π/2, sin π/2ന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? ആൻസർ കിട്ടുന്നത് 1 എന്നാണ് ആൻസർ കിട്ടുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയായിരുന്നു? 1 എന്നാണ് ആൻസർ കിട്ടിയത്. 1 എന്നല്ലല്ലോ ആൻസർ. അവിടെ നമുക്ക് നോക്കാം. മൈനസ് ഇവിടെ sin 2 into ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഈ പുറത്ത് നമ്മളൊരു മൈനസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അവിടെ ഒരു മൈനസ് ഉണ്ട് പുറത്ത്. അപ്പൊ അവസാനം കിട്ടുന്ന ആൻസർ -1 എന്നായിരിക്കും. നമ്മൾ ഇവിടെ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ മൈനസ് ഇവിടെ ചേർത്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -1 എന്ന് വരും. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണ്? -1 എന്നാണ്. ഇവിടെ കിട്ടിയ മൈനസ് നമ്മൾ പുറത്തേക്ക് കിട്ടിയിരുന്നു. കണ്ടോ? ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. കണ്ടോ? x into minus cos xy by x1 to 2 ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് കിട്ടും. ആ മൈനസ് അവസാനം കടന്നു വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ്? -1 ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് എവിടെയാണ്? x into sin xy ആണ്. ഇവിടെ നമ്മൾ ആദ്യം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും ചെയ്യാനായിട്ട്. കാരണം ആദ്യം തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ dx dy എന്നുള്ളതിനെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, dy dx ആക്കുന്നു. dx dy നമ്മൾ എന്താക്കി? dy dx മാറ്റി. അങ്ങനെ dy dx കൺവേർട്ട് ചെയ്തപ്പോ ലിമിറ്റ് വൈക്കുള്ള ലിമിറ്റ് തന്നെ വൈക്ക് കൊടുക്കണം, എക്സിനുള്ള ലിമിറ്റ് തന്നെ എക്സിന് കൊടുക്കണം. എക്സിന്റെയും വൈയുടെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ്? π/2 to π ആണ്, വൈഡ് ലിമിറ്റ് 1 to 2 ആണ്. അപ്പൊ ആ കറക്റ്റ് ലിമിറ്റ് തന്നെ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം കിട്ടിയത്? sin xy ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് xy ഡിവൈഡഡ് ബൈ എക്സ്. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ താഴെ എഴുതണം. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഇൻറ്റു ചെയ്യണം, ഇന്റഗ്രേഷൻ ആണെങ്കിൽ താഴെ എഴുതണം. അപ്പൊ നമ്മൾ താഴെ എഴുതി വെച്ചു. അപ്പൊ ഈ x ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ഒറ്റ ടേം ആയിട്ട് വന്നു. ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടു. എന്നിട്ട് നമ്മൾ അതിനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ cos 2x മൈനസ് cos x വന്നു. ഇവിടെ π/2 to π കൊടുത്തു കഴിഞ്ഞപ്പോ അവസാനം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? -1. അപ്പൊ ചില പ്രോബ്ലം സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ dx dy എന്നുള്ളത് dy dx ആക്കാം, അല്ലെങ്കിൽ dy dx എന്നുള്ളത് dx dy ആക്കാം. കോൺസ്റ്റന്റ് ലിമിറ്റ് ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ ഈ പ്രോബ്ലം ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് പ്രോബ്ലംസ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ.